തമ്പനയിൽ കണ്ട പോലെ എനിക്ക് 2 പേര് ജീവനോടെ കൊല്ലേണ്ടി വന്നു കേട്ടോ. ഇവരാണ് ആ 2 പേര്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പണികളെല്ലാം കഴിഞ്ഞു. ഇവിടെ ചോറിനുള്ള അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കലത്തിലാണ് വെച്ചത്. സാധാരണ കുക്കറിലാണ് വെക്കാറ്. ഇന്ന് കലത്തിൽ തന്നെ വെച്ചു. പിന്നെ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. അപ്പൊ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അടുക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടോ. മോൾക്ക് പനിയാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ 2 പേരും എൻ്റെ കൂടെയാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രാവശ്യം എഴുന്നേറ്റു. അപ്പൊ അവർക്ക് കുടിക്കാനുള്ള കുറുക്ക് കൊടുത്തു കഴിഞ്ഞ് 2 പേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പൊ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പണിയൊക്കെ തീർക്കണം. അംഗനവാടിയിലും കൊണ്ടാക്കാൻ ഞാൻ തന്നെ പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അടുക്കലും തുടക്കലും മുറ്റടിക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇഡ്ഡലി ഉണ്ടാക്കണം. കുറച്ച് തുണി അലക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാം. കുഞ്ഞുങ്ങൾ ഇപ്പോഴെന്തേ ഉറങ്ങുവാണ്. ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഇഡ്ഡലിക്കുള്ള മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെക്കുവാണ്. ചമ്മന്തി ഇറക്കാനുള്ള ഉള്ളി കൂടി പൊളിച്ചെടുക്കണം. ഉള്ളിയും ഉണക്കമുളകും കൂടി എണ്ണയിലിട്ട് വാട്ടിയിട്ട് അരച്ചെടുക്കുവാണ്. അപ്പോൾ ഉള്ളി പൊളിച്ചെടുത്തു. പിന്നെ ഉണക്കമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇഡ്ഡലി ആയിട്ടുണ്ട്. അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളിയും ഉണക്കമുളകും ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇഡ്ഡലി എടുത്ത് വെച്ചിട്ട് ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നത് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മുളക് ആദ്യം തന്നെ വാട്ടുവാണ്. മുളക് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്. അത് തണുക്കാനായിട്ട് വെച്ചിട്ട് അടുത്ത സെറ്റ് ഇഡ്ഡലിയും കൂടി വെക്കാം. അപ്പോൾ കുഞ്ഞുമാവയും പീലിമോള് എഴുന്നേറ്റ് വന്നു കേട്ടോ. അംഗനവാടി പോകാൻ ഒരുങ്ങാൻ പോകുന്നതാ. അപ്പോൾ എനിക്ക് തുണി അലക്കാൻ പോകണം. ഞാൻ 2 പേരും കയ്യിൽ ബ്രഷ് കൊടുത്തിട്ട് അലക്കാനായിട്ട് പോയിട്ടോ. 2 പേരും ചുമ്മാ ഇങ്ങനെ ബ്രഷ് വായിലിട്ട് പീലിമോള് തേച്ചോളൂ കേട്ടോ. എന്നാലും ഒന്നും കൂടി തേച്ച് കൊടുക്കണം. അപ്പം ഞാൻ അലക്കാനായിട്ട് പോയി. അലക്കി വന്നപ്പോഴേക്കും ഇഡ്ഡലി വെച്ചത് ആയിട്ടുണ്ട്. അത് ഇറക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ അപ്പോഴേക്കും മോൻ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ തുണി വിരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് മാത്രമേ പുറത്ത് വിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ 2 പേരെയും രാത്രി കിടക്കാൻ നേരത്ത് ഡയപ്പർ ഇടിച്ചാണ് കിടത്താറ്. എന്നാലും കുഞ്ഞുവാവ ശൂശുവാക്കിയത് നമ്മുടെ ബെഡ്ഷീറ്റിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അലക്കിയിട്ടു. പിന്നെ പീലിമോളെയും കുഞ്ഞുവാവേനെയും പല്ല് ഏൽപ്പിക്കുകയാണ്. കുഞ്ഞു വായിൽ വെള്ളം കൊടുക്കുന്നതാ. വായിൽ വെള്ളം എടുത്ത് കുത്തിട്ട് അങ്ങനത്തെ 2 പേരും പല്ലേപ്പിച്ച് കൈയോടെ കുളിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർക്ക് തിന്നാനായിട്ട് ഇഡ്ഡലിയും പഞ്ചസാരയും കൂടി കൊടുക്കുവാണ്. അപ്പോൾ കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഡ്രസ്സ് ഇടിച്ചിട്ടില്ല. പഞ്ചസാരയല്ലേ, അപ്പോൾ അതെല്ലാം അവർ മേത്തൊക്കെ ആക്കും. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചമ്മന്തി അരച്ചെടുക്കുവാണ്. ഉണക്കമുളകും ഉള്ളിയും വാട്ടിയതും ഉപ്പും വിനാഗിരിയും കൂടി ചേർത്താണ് അരച്ചെടുക്കുന്നത്.
മോൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവനും കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കുവാണ്. അങ്ങനെ ഇഡ്ഡലിയും ചമ്മന്തിയും കട്ടൻ കാപ്പിയും കൂടി മോൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാനിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് കൂടെ. പിന്നെ അപ്പോൾ എനിക്ക് 10 മണിയാകുമ്പോഴേക്കും അംഗനവാടിയിൽ എത്തിക്കണം. പീലിമോളെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. 10 മണിയെന്ന് പറഞ്ഞത് 10:30 ഞങ്ങൾ റെഡിയായി ഇറങ്ങിയപ്പോൾ. പീലിമോളെ കൊണ്ടാക്കി മീറ്റിങ്ങും കൂടി 12 മണിയായപ്പോഴേക്കും ഞാൻ തിരിച്ച് പോന്നു കേട്ടോ. പോരുന്ന വഴി തൊട്ടടുത്തുള്ള മീൻ മാർക്കറ്റിൽ കയറി. നമുക്ക് കറി അവിടെ ചെന്നപ്പോഴേക്കും ഞണ്ടും കുറച്ച് തെള്ളിച്ചെമ്മീനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞണ്ടിൻ്റെ വില കേട്ട് ആദ്യം ഞാൻ ഞെട്ടിയിട്ടോ. പിന്നെ 2 കുഞ്ഞ് ഞണ്ട് വാങ്ങിച്ചു. പിന്നെ അരി തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി തിളപ്പിച്ചിട്ട് വേണം തുറക്കാനായിട്ട്. അടുത്ത പണി തുറക്കാം. ഞാൻ അരി പിന്നെ ഒരു ലോഡ് പാത്രങ്ങൾ തേക്കാനുണ്ട്. ഒന്ന് തേച്ചിട്ടില്ലേ. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ തേക്കാനുണ്ടായിരുന്നു. ചായ കുടിച്ചതും ഇഡ്ഡലി ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചെടുത്തു. പിന്നെ കറി വെക്കാനുള്ള പരിപാടിയിലേക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന ജീവനുള്ള ഞണ്ടില്ലേ, അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എനിക്കിത് ഇങ്ങനെ ജീവനോടെയുള്ള ഞണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അതിനെങ്ങനെ ഞാൻ കൊന്നെടുക്കുമെന്നുള്ള ഒരു പേടിയിലാണ്. വാങ്ങിച്ചും പോയി. അങ്ങനെ ചട്ടിയിലേക്ക് വെച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് കൊണ്ട് വെച്ചപ്പോഴേക്കും അവന്മാർ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഞണ്ടിൻ്റെ കാല് രണ്ടും കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഒരെണ്ണത്തിനെ പിടിച്ച് ചട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇടുമ്പോഴേക്കും അടുത്തത് ഇറങ്ങി ഓടുവാണ്. അങ്ങനെ ഒരു കണക്കിന് ഞാനതുങ്ങളെ കൊന്നെടുത്തു കേട്ടോ. ഇതിൻ്റെ ശാപം ഞാൻ എങ്ങനെ തീർക്കുമോ എന്തോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ജീവനുള്ള ഞണ്ടിനെ വാങ്ങുന്നത്. ചെമ്മീനൊക്കെ ആണെങ്കിൽ ഞാൻ ജീവനുള്ളതിനെ ഞാൻ വാങ്ങാറില്ല കേട്ടോ. പിന്നെ കറിക്ക് വേണ്ട സവാളയൊക്കെ പൊളിച്ച് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ പച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പച്ചമുളക് തൈയിൽ ഒരു 3-4 മുളക് ഉണ്ടായിരുന്നു. അത് പോയി പൊട്ടിച്ചെടുത്തു. പിന്നെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സവാളയൊക്കെ അരിയുന്ന നേരം കൊണ്ട് മുകളിൽ ഞണ്ടിൻ്റെ കാലൊക്കെ അത് പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാല് മാത്രം കഴുകാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാർത്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി വന്നപ്പോഴേക്കും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ആദ്യം ഇഞ്ചി, പിന്നെ പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, സവാള, അങ്ങനെ ഓരോന്നോരോന്നായിട്ടിട്ട് വാട്ടിയെടുക്കണേ. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. സവാള വഴന്ന് വന്നപ്പോഴേക്കും അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അത് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് ആ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു നമ്മുടെ ഞണ്ടിനങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് എരിവ് അങ്ങനെ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്കും കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. പിന്നെ കഴിക്കാനായിട്ട് ചോറ് വിളമ്പി എടുക്കുകയാണ്. മോനും എനിക്കും കൂടി ഉള്ളത് വിളമ്പി എടുത്തു കേട്ടോ. അപ്പോൾ 2 പേരും കിടന്ന് ഉറക്കമായി. കുഞ്ഞുങ്ങൾ 2 പേരും ഉറങ്ങിപ്പോയി.
അപ്പോൾ ഇലിമോളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് പോയി അവൾ പോണ വഴി കാലൊന്ന് പൊട്ടി, ഒന്ന് വീണിട്ട് കാലൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മണിയായപ്പോഴേക്കും അംഗനവാടി ടീച്ചർ വിളിച്ചപ്പോൾ ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങളും മോനും കൂടി കഴിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.